ഇതിൻ്റെ അകത്തും കയറി നിന്നു. ഇവിടെ കാക്ക അണ്ണാനും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ തിന്നണം ഇപ്പൊ ശ്രീജി എന്ന പാർക്കിൽ ഇപ്പൊ. എന്ത് സാധനം കിട്ടിയാലും അങ്ങ് തിന്നോളാം. അതെന്താ വിഷക്കായാണോന്നെങ്കിലും അറിയണ്ടേ തിന്നാൻ നേരത്തെ. അറിയാവുന്നോണ്ടാ ഞാൻ തിന്നെ. അത് ബോർഡ് വെച്ചോണ്ട് മനസ്സിലായി കാണുമായിരിക്കും. ബോർഡ് വെച്ചോണ്ട് മാത്രല്ല, ഇത് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം തിന്നു നോക്കിയതല്ലോ, അതല്ലോ കറക്റ്റ് പറഞ്ഞേ. ഇതെന്നാ സാധനം എന്നറിയോ? എന്താ? ഇതാണ് മണിച്ചോളം. അരിച്ചോളം മണിച്ചോളം എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയാ ഗ്രെയിൻസില് ഒരു വെറൈറ്റി സാധനം. അത് ടേസ്റ്റ് ഉണ്ട്. ആ ചോളത്തിന്റെ ടേസ്റ്റ് തന്നെ. അതിന്റെ ഇച്ചിരി റൗണ്ടാന്നോളും, മുത്തു പോലെ റൗണ്ടാ. ഇത് ഇങ്ങനെ കൊലയിൽ ഓരോന്ന് അതുപോലെ തന്നെ. അതുപോലെ കൊയ്ത് ഉണക്കി എടുക്കുവോ ഈ സാധനം മെതിച്ച്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മണിച്ചോളം അല്ലെങ്കിൽ അരിച്ചോളം, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. അതിനെ കുറിച്ച് കൂടുതൽ രാഹുലിന് അറിയാം. അപ്പൊ നമുക്ക് രാഹുലിനോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ രാഹുലെ, നമ്മളുണ്ടല്ലോ നേരത്തെ ഇവിടെ കൃഷി ചെയ്തിരുന്ന മറ്റേ ടൈപ്പ് ചോളം അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചോളം കാണുന്നത്. നമ്മൾ സാധാരണ നമ്മൾ മറ്റേ ഈ വഴിയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന നല്ല ആവിയൊക്കെ പറക്കുന്ന നല്ല മുളകും ഉപ്പൊക്കെ പരട്ടിട്ട് ഇങ്ങനെ കടിച്ചു വലിയ ചോളം, അതാണ് പോപ്കോണിനൊക്കെ ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ചോളം. ഇത് പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെ കൃഷി ഇല്ലാത്ത ഒരു ചെടിയല്ലേ ഈ ഒരു ചോളം? ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് കൂടുതൽ അറിയുന്ന എന്താ പറയാ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ അരി, ഇതൊക്കെയാണ്. പിന്നെ അറിയാവുന്നതാണ് ചോളം. പക്ഷെ ഇത് ബാർലി അറിയാം. പോയേസിയ ഫാമിലി, അതായത് പുല്ലുവർഗ്ഗങ്ങളുടെ ഫാമിലിയാണ് പോയേസിയ. പോയേസിയയിൽ അതായത് ഏറ്റവും വലിയൊരു ഫാമിലിയാണത്. അതായത് കാർഷികത പറയുമ്പോൾ സസ്യങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും വലിയൊരു വർഗ്ഗമാണ് പുൽവർഗ്ഗം. പുൽവർഗ്ഗത്തിൽ ഈ പറഞ്ഞ നെല്ല്, ഗോതമ്പ്, അതിൽ പെട്ടെന്ന് ഒരു സാധനം തന്നെയാണ് ഈ മണിച്ചോളം. സ്വർഗം മീൽ എന്നൊക്കെ പറയും. അതായത് ഇത് കൂടുതലും കേരളത്തിൽ അങ്ങനെ കൃഷി ചെയ്ത് വരുന്നില്ല. കൂടുതലും എന്താ പറയുക, വരൾച്ച അല്ലെങ്കിൽ വെള്ളത്തിന് അവൈലബിലിറ്റി കുറവുള്ള സംസ്ഥാനങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ അതുപോലെ മധ്യ ഇന്ത്യ ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതലും ഇതിന്റെ കൃഷി ചെയ്ത് കൂടുതലുള്ള ഏരിയകളിലും. അതേപോലെ വെള്ളം ആവശ്യമാണ്. അതായത് ലാസ്റ്റ് ആ വിളവെടുപ്പ് അല്ലെങ്കിൽ പൂവിടുന്ന ആ ഒരു സമയത്താണ് ഇതിന് വെള്ളം ആവശ്യമാണ്. വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോൾ അതനുസരിച്ച് വിളവ് നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ചൂട് ഏറിയ കാലാവസ്ഥയിലാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ അങ്ങനെ സജീവമായ കൃഷി ഇതില്ല. ഇല്ല, പാലക്കാട് ഭാഗത്തൊക്കെ കുറച്ച് കൃഷിയുള്ളൂ. തമിഴ്നാട് ഏരിയ. അതെ അതെ, ആ ഒരു ബൗണ്ടറി ആയതുകൊണ്ടാണ്. അപ്പൊ ഇത് ഇപ്പോഴത്തെ എന്താ പറയാ ജനറേഷൻ കുറച്ചുകൂടെ ഈ ഗ്രെയിൻസ് കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങി. അതായത് റാഗി, ഈ പറഞ്ഞ മണിച്ചോളം. അപ്പൊ അങ്ങനെ ഉപയോഗത്തിലാണ് ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട്. അതിന്റെ സ്റ്റോറുകളൊക്കെ വർദ്ധിച്ചു തുടങ്ങി. ഇപ്പൊ നോർമലി ആണെങ്കിലും റാഗി പുട്ടുപൊടിയൊക്കെ ഒത്തിരി ഇപ്പൊ റാഗി നമുക്കുണ്ടാവും. നമുക്ക് അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യാം. റാഗി നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ അത് കൂടുതലും നമുക്ക് എന്താ പറയാ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ നെല്ലിൽ നിന്നൊക്കെ മാറി ഇത് ഒരു വെറൈറ്റി ആയിട്ട് ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ നിക്കണ കണ്ടപ്പോഴത്തേക്ക് നിറയെ പൂത്ത് നിക്കുന്ന കണ്ട. അപ്പോഴത്തേക്ക് ഞാനത് ആ ഒരു കൗതുകത്തിൽ വന്നതാണ്. അപ്പോഴാണ് അതിനകത്ത് ആ തണ്ട് പറിച്ചു വന്നപ്പോ ഞാൻ ഇവിടെ ഓമനാമ്മയോട് ചോദിച്ചായിരുന്നു. പറഞ്ഞത് മണിച്ചോള, അത് കഴിക്കാൻ പറ്റുന്ന. ഇതുകൊണ്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ അത് നമ്മുടെ നോർമലി അരിയൊക്കെ പോലെ തന്നെ പൊടിച്ച് ഈ പറയുന്ന പുട്ട് അതുപോലുള്ള സാധനങ്ങളൊക്കെ പൊടിച്ച് പൊടിയാക്കി അതേ യൂസ് തന്നെ ചെയ്യാം. റാഗി പുട്ടും റാഗി ദോശയൊക്കെ ഉള്ള പോലെ തന്നെ ഇത് ആ പർപ്പസ് ആയിട്ട് എടുക്കാം. എൻ്റെ എന്താ പറയുക പ്രോസസ്സിങ് ഇതുപോലെ തന്നെ നെല്ല് പല 90 ദിവസമുണ്ട്, 120 ദിവസമുണ്ട്, 125 അങ്ങനെ പല. ഇത് പറഞ്ഞ പോലെ തന്നെ 120-90 ദിവസം, അതായത് 4 മുതൽ 5 മാസം ഗ്യാപ്പിന് നമുക്കിത് വിളവെടുക്കാം. പിന്നെ ഇത് കൂടുതലും വേനലിനെ അതിജീവിക്കും. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇവിടെയാണെങ്കിലും അത്യാവശ്യം വെയിലും മഴയും ഉള്ളതാണ്. ഇപ്പോഴാണ് നമുക്ക് മഴ കിട്ടിയത്. പിന്നെ ഇതെന്നാ വെച്ചാൽ ഇതിന്റെ തണ്ടിന് നല്ല കട്ടിയുള്ള, ശരിക്കും കരിമ്പൊക്കെ പോലെ അതിന്റെ കട്ടിയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് ഇപ്പൊ നെല്ലിനൊക്കെ പെട്ടെന്ന് വരൾച്ച പിടിക്കുന്ന പോലെ ഇതിനങ്ങനെ ബാധിക്കില്ല. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തണ്ട് നല്ല കട്ടിയും ഇലയ്ക്ക് നല്ല വീതി ഉള്ളതുകൊണ്ട് പശുക്കളുടെ ഫീഡിങ്ങിന് നല്ല ഇതുണ്ട്. അതായത് നല്ല രീതിയിലുള്ള പാലുൽപാദനത്തിനും കാര്യങ്ങൾക്കൊക്കെ. അതായത് അതെ, അതായത് മെയിൻ ആയിട്ട് ഇത് ജലാംശം കൂടുതൽ എന്റെ തണ്ടിൽ നിൽക്കും. അതുകൊണ്ട് വരൾച്ചേനെ കൂടുതലും അതിജീവിക്കാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതലും പുല്ലിന് പകരം ഇതിന്റെ ഈ കരിമ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ചോളം, മണിച്ചോളത്തിന്റെ ഈ അതായത് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള നമ്മൾ വൈക്കോൽ ഉപയോഗിക്കുന്ന പോലെ അതുപോലെ നോർത്തിലേക്കൊക്കെ ഇതാണ് കൂടുതലും പശുക്കൾക്ക്. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതലും അവരുടെ
പശുക്കൾക്ക് ഉൽപാദനവും ഇന്ത്യയിലെ പാൽ ഉൽപാദനം കൂടുതൽ നോർത്തിലാണ്. അതൊക്കെ ഇതിന്റെ മെയിൻ ഒരു പ്രത്യേകതയാണ്. നോക്കണം കേട്ടോ, ഇതില് കായ ഉണ്ടായി കിടക്കുന്നത് കണ്ടോ, നിറയെ ഫുള്ള് ആ ഒരു സീഡാണ്, മൊത്തം അതിന്റെ സീഡാ കണ്ടോ. അതായത് ഒരു ചെടിയിൽ നിന്ന് തന്നെ നെല്ല് അരി കിട്ടുന്നേക്കാളും നല്ലൊരു വിളവ് ഇതിൽ കിട്ടും. കാരണം ഒരു തണ്ടിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നിൽക്കുന്നത് ഫുൾ അതിന്റെ കായകളാണ്. കാരണം ഇത് കുറച്ച് ബലം ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് പ്രോസസ് ചെയ്ത് പെട്ടെന്ന് ഉണക്കി എടുക്കാനും പറ്റും, ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഒരു പ്രയോജനം എന്ന് പറഞ്ഞാലേ, ഇതിന്റെ നമ്മള് ഈ നെല്ല് എടുക്കുന്നത് പോലെ തന്നെയാണോ, ഇത് തല്ലിയാണോ എടുക്കുന്നത്? തല്ലിയ പ്രോസസിംഗ് ഒക്കെ അത് തന്നെ സെയിം തന്നെ. അതെ, മെതിച്ച അല്ലെങ്കിൽ തല്ലിയോ മെതിച്ച്. ഇപ്പൊ നോർത്തിലൊക്കെ എന്റെ മിഷനറി നമുക്ക് കൊയ്ത്തന്ത്രം ഉള്ള പോലെ നോർത്തിലേക്കൊക്കെ മിഷനറീസ് ഉണ്ട്. പിന്നെ ഉണ്ടല്ലോടാ, ഇത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ അതിനകത്ത് കണ്ടത് എന്താണ്, ഇത് നമുക്ക് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഗോതമ്പ് പോലെ അങ്ങനെ ഗ്ലൂട്ടൻ കണ്ടന്റ് ഒന്നും ഇതിലില്ല. നമ്മൾ ഈ ഗോതമ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഗോതമ്പ് കഴിക്കാൻ പറ്റില്ലല്ലോ. ചിലർക്ക് ഈ ചുണ്ടിന് ചൊറിച്ചില്, തൊണ്ടയ്ക്ക് അലർജി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ചീത്ത കൊളസ്ട്രോൾ ഒക്കെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും. പിന്നെ ഷുഗറുകാർക്കും എനിക്ക് തോന്നുന്നു ഈ മില്ലറ്റ്സ് ഐറ്റംസ് ഒക്കെ തന്നെ ഷുഗറുകാർക്ക്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിയും ഗോതമ്പൊക്കെ ഇതിന് ഉമ്മി കൂടുതലാ. ഇതിലങ്ങനെ വേസ്റ്റേജ് ഇല്ല. പൊടിച്ച് അതായത് ആ ഒരു മണിയായിട്ട് അതിൽ കണ്ടമാനം വേസ്റ്റ് കാര്യങ്ങൾ പൊടിക്കുമ്പോ പോവാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം പ്രൊഡക്ഷൻ ആയിട്ട് നമ്മുടെ ആ ഒരു ഇതായിട്ട് തന്നെ കിട്ടും, പൊടിയായിട്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, പുട്ട് ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, എന്ത് ഐറ്റംസ് ഉണ്ടാക്കാം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ബേബി ഫുഡിലൊക്കെ നമ്മുടെ റാഗിയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കുറുക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര ഹെൽത്തിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 തണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ മതി. ഇപ്പൊ ഇങ്ങനെയുള്ള കൃഷിയൊക്കെ കേരളത്തിൽ കൂടുതൽ വരുന്നുണ്ട്. കാരണം അത് തന്നെയല്ല, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ തലമുറയിലെ കുട്ടികളൊക്കെ ഹെൽത്തിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. കാരണം ജിമ്മിലൊക്കെ പോകുന്നവരും അവര് ഡയറ്റ് നോക്കുന്നവരും ഇങ്ങനെയുള്ള ഹെൽത്തി ഫുഡുകൾ കഴിക്കാൻ. ഇത് ഭയങ്കര റേറ്റാ. നമ്മളെ അരിപ്പൊടിയും ഇത് മേടിക്കാൻ നല്ല റേറ്റ് ആണ്, ഈസിലി അവൈലബിളും അല്ല. കേരളത്തിൽ ഇതുപോലുള്ള കൃഷികൾ കയറി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കർഷകർക്കും ബെനിഫിറ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ഏർണിങ്സ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നും ഈ റബ്ബറിലും നെല്ലിലും കപ്പയിലും ഇരിക്കണേന്ന് ഭേദം കാർഷികപരമായി മാറ്റി ചിന്തിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാം. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ നല്ല ചൂടാണല്ലോ, കൂടുതലും ജലലഭ്യത കുറയുന്ന ലക്ഷ്യം വെച്ച് ഇങ്ങനെയുള്ള കൃഷിയിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറിയാലാണ് നമുക്ക് ഇവിടെ പോസിബിൾ ആവുള്ളൂ. നമുക്കെന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ മൊത്തത്തില് അങ്ങനെയാണ്. കാരണം അത് തന്നെയല്ല ഏറ്റവും നല്ല, കാരണം നമ്മുടെ ലോകത്തിലെ തന്നെ എത്രയാ അഞ്ചാമത്തെ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടക്കുന്ന ഒന്നാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം ഹെൽത്തിയാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത്. കേരളത്തിലെ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, നോർത്ത് ഇന്ത്യ ഫുള്ള് മഹാരാഷ്ട്രയിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ. അപ്പൊ ഇത്രത്തോളം ഉൽപാദനം നടക്കുന്ന, അതായത് ഇത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള എഥനോൾ ഉൽപാദനത്തിന് സയന്റിഫിക്കലി നമുക്ക് അതിനുള്ള ഐഡിയ ഇല്ല, പക്ഷെ അങ്ങനെ ഉണ്ട്. അങ്ങനെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് വീട്ടിലേക്കുള്ളതായാലും നമ്മുടെ കന്നുകാലികൾക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഹെൽത്തി ഫുഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ അരിച്ചോളം അല്ലെങ്കിൽ മണിച്ചോളം എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ അതിന്റെ ആ ഒരു കുറച്ച് ഇത് നിങ്ങൾ എന്തിട്ടാ പിടിപ്പിച്ചത്? അപ്പം ഇത് വിത്തിട്ടാ പിടിപ്പിച്ചത്. ഇതിന്റെ വിത്തിട്ട് നമ്മൾ പിടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വലിയ വെള്ളം ഒഴിക്കേണ്ട, ജൈവവളം, ചാണകമോ വലിയ കീടാക്രമണമൊക്കെ കുറവാണ്. അപ്പൊ അത്രത്തോളം ഈസിലി ആയിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് ഭയങ്കര ഹെൽത്തി ഫുഡുമാണ്. ഇത് ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ്. നമ്മൾ ചോളമൊക്കെ കഴിക്കുന്ന പോലെ ടേസ്റ്റും ആണ് കഴിക്കാനായിട്ട്. അപ്പൊ എന്തായാലും അതിന്റെ കായ് ഞാൻ ഇങ്ങനെ ഉണങ്ങിയത് ഒരു തണ്ട് നിപ്പുണ്ട്, അതെന്ന് പറിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതാ നീ വന്നപ്പോ പറിച്ച് അതെ. ഇത് കണ്ടോ, ഇത് പച്ചയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഫുള്ള് കായാണ്. ഇത് ഫുള്ള് കായ കണ്ടോ, ഇത് ഫുള്ള് കായ. പക്ഷെ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം മൂത്ത് തുടങ്ങി. ഇതിന്റെ കുറച്ച് കായൊക്കെ താഴെ പോയി മൂത്തിട്ട്. ഇത് കണ്ടോ, ഇത് നമുക്ക് പറിച്ചിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ ഒരു ചോളത്തിന്റെ നല്ല ടേസ്റ്റ് ആണ്. കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്, ഉൾഭാഗം സോഫ്റ്റ് ആണ്. ഇതേ കണ്ടോ, അതിന്റെ ആ ഒരു ഇതുപോലെ തന്നെ ആ പൊളിഞ്ഞ് ഇതിങ്ങോട്ടേക്ക് പോകും. പിന്നെ നമുക്ക് അതിന്റെ ആ വിത്ത് മാത്രമായിട്ട് കിട്ടും. ഇത് കുറച്ചുകൂടെ ആകണം തോന്നുന്നല്ലേടാ, ഒന്ന് ഉണക്കണമല്ലോ. ഒന്ന് ഉണക്കണം. നല്ല രസമുണ്ട്. ഇതാ പകുതി ഉണങ്ങിയ ഒരു ഭാഗം അത്രേ ഉള്ളൂ. വെയിറ്റും ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് അതിന്റെ ടേസ്റ്റാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്നാറുണ്ടോ ഈ പച്ച അരിപ്പൊടിയുടെ ഒക്കെ ചോദിട്ടുണ്ട്. അത് തന്നെ, അങ്ങനെ ഒരു അരിപ്പൊടിയുടെ ടേസ്റ്റ് അതിന്. നമ്മുടെ കേരളത്തില് പണ്ടൊക്കെ കേട്ടുകേൾവി ഇല്ലാത്ത
ഒരു കൃഷി രീതിയായിരുന്നു. നമ്മള് നെല്ല് അങ്ങനെയുള്ള സാധനം, ഗോതമ്പ് പോലും അല്ലേ കൃഷിയില്ല. നെല്ലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇടവിളയായിട്ട് എന്താണ് എള്ള്, അതൊക്കെ കൃഷി ചെയ്തിരുന്ന ആ ഒരു സമയം. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ചിന്തിക്കുന്ന ഒരു തലമുറ ഇപ്പം നമുക്കുണ്ട് കേട്ടോ, കൃഷി രീതികളിൽ വെറൈറ്റി കൊണ്ടുവരാനായിട്ട്. അപ്പൊ അതുപോലുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു മണിച്ചോളം അല്ലെങ്കിൽ അരിച്ചോളം. നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ രാഹുൽ? അപ്പൊ രാഹുലിന്റെ കൃഷി രീതിയിൽ വേറെയുണ്ട്, ഈ റാഗി ഉണ്ട്. റാഗിയൊന്നും പണ്ട് നമുക്ക് കൃഷി അധികം ഇല്ല, നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ റാഗി കൃഷി ചെയ്തിട്ടില്ല. അപ്പം അതും നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് റാഗി ആയിട്ട് വരാം. അപ്പൊ റാഗി ഒക്കെ ഒന്ന് മൂത്ത് വരണം, അത് പച്ചയ്ക്ക് ഒന്ന് പിടിച്ച് വിത്ത് ഇതായി വരുന്നേ ഉള്ളൂ അല്ലേ, സീഡൊക്കെ. അപ്പൊ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.